Good morning, everyone. So, we were discussing the banking structure of India. So, in the previous classes, we discussed the unorganized sector of banking, that is, indigenous bankers and money lenders. And we already discussed the organized sector. ഓർഗനൈസ്ഡ് സെക്ടർ പ്രധാനമായിട്ട് നാലായിട്ട് തിരിച്ചിരിക്കുന്നു: RBI, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പെക്സ് ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ അതിൽ തന്നെ ഈ 4 മെയിൻ ഡിവിഷൻസിൽ നമ്മൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അപ്പെക്സ് ബാങ്ക്സ്. ഓക്കെ, സോ ഓർഗനൈസ്ഡ് സെക്ടർ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്: RBI, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പെക്സ് ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ അപ്പെക്സ് ബാങ്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പെക്സ് ബാങ്കുകൾ എന്താണെന്നും നമുക്ക് അപ്പെക്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അറിയാം. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ ദീസ് ആർ ദി വെരി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ്. നമുക്ക് ഏതൊക്കെയാണ് അപ്പെക്സ് ബാങ്കുകൾ എന്നുള്ളതും നമുക്ക് ഓരോ ബാങ്കുകളുടെയും പ്രധാനപ്പെട്ട റോൾ എന്താണെന്നും ഒക്കെ ഉള്ളത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ വി ആർ മൂവിങ് ഓൺ ടു ദിസ് ന്യൂ ടോപ്പിക്സ്, ദാറ്റ് ഈസ് അപ്പെക്സ് ബാങ്ക്. ഇപ്പോൾ ഫസ്റ്റ് അപ്പെക്സ് ബാങ്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നബാർഡാണ്. യു മേ ബി ഫെമിലിയർ വിത്ത് നബാർഡ്, ദാറ്റ് ഈസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അപ്പെക്സ് ബാങ്കുകൾ ഒരു വളരെ തിയറിറ്റിക്കലായിട്ടുള്ളൊരു ഏരിയയാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ബാങ്കുകൾ എന്താണെന്നും അവയുടെ ഫങ്ഷൻസ് എന്താണെന്നും അതിൻ്റെ എക്സിസ്റ്റൻസിൽ വന്ന വർഷം ഏതാണോ, ഇങ്ങനെയുള്ള പക്ക തിയറിറ്റിക്കലി ആയിട്ടുള്ള നോളജ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. യു പീപ്പിൾ ഗോ ത്രൂ ദി ടെക്സ്റ്റ് ബുക്സ്, റീഡ് ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് ആൻഡ് മേക്ക് നോട്ട്സ്. ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് എല്ലാം ഒന്നൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ പ്രത്യേകം ഓരോ അപ്പെക്സ് ബാങ്കുകൾ ഏതാണെന്നും ആ അപ്പെക്സ് ബാങ്കുകളുടെ എന്താ പറയുക ഏരിയാസ് ഏതൊക്കെയാണെന്നും ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതും എക്സിസ്റ്റൻസിൽ വന്ന വർഷം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ദ ഫസ്റ്റ് അപ്പെക്സ് ബാങ്ക് ഈസ് നബാർഡ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th July 1982. ദീസ് ഇയേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 1982 12th ജൂലൈയിലാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നിലവിൽ വന്നത്. ആസ് പെർ ദി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് ഓഫ് 1981. 1981 ഈ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരം 1982 12th ജൂലൈയിലാണ് നബാർഡ് ഫോം ചെയ്തത്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇറ്റ് ഈസ് എ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഒരു റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ളൊരു നാഷണൽ ലെവൽ ബാങ്കാണ് നബാർഡ്. ഇറ്റ്സ് മെയിൻ ഫോക്കസ് എന്തൊക്കെയാണ്? അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി റൂറൽ ഇന്ത്യ ബൈ ഇൻക്രീസിങ് ദി ക്രെഡിറ്റ് ഫ്ലോ ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ നോൺ ഫാം സെക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിൻ്റെ അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്. റൂറൽ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ എന്താണ്? റൂറൽ ഏരിയാസിൽ മണി വേണം, എക്കോണമിയിൽ പൈസ ഫ്ലോ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ക്രെഡിറ്റ് ഫ്ലോ, ലോണുകൾ എളുപ്പം അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചർ അല്ലാത്ത പർപ്പസിന് വേണ്ടിയിട്ടും റൂറൽ ഏരിയയിൽ ലോണുകൾ വളരെ സുഗമമായിട്ട് ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നബാർഡ് നിലവിൽ വന്നത്. ഈ നബാർഡിൻ്റെ തന്നെ 50% ഓഫ് ദി ക്യാപിറ്റൽ ഈസ് ഹോൾഡഡ് ബൈ RBI. RBI ഹോൾഡ്സ് ദ 50% ക്യാപിറ്റൽ ഓഫ് നബാർഡ്. ഇപ്പോൾ നബാർഡിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഈ റൂറൽ ഏരിയാസിലുള്ള അഗ്രികൾച്ചർ ആൻഡ് പുവർ പീപ്പിളിന് അവർക്ക് ഫിനാൻഷ്യൽ സർവീസസ് വളരെ കുറഞ്ഞ പൈസ നിരക്കിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ്. To facilitate sustained access to financial services for unreached poor in rural areas through various microfinance innovations in a cost-effective and sustainable manner. അപ്പോൾ അഗ്രികൾച്ചറിലുമുള്ള അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറായിട്ടുള്ള പുവർ പീപ്പിൾ, റൂറൽ ഏരിയാസിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പം തന്നെ ഫിനാൻഷ്യൽ സർവീസസ് കുറഞ്ഞ പൈസ നിരക്കിൽ ലഭ്യമാക്കുക, ലോണുകളൊക്കെ കുറഞ്ഞ പലിശയ്ക്ക് ലഭ്യമാക്കുക, അതുവഴിയായിട്ട് റൂറൽ ഡെവലപ്മെൻറ്റിന് വഴി കാണിക്കുക, അഗ്രികൾച്ചറിന് ഡെവലപ്മെൻറ്റ് കൊടുക്കുക. ഇതെല്ലാമാണ് നബാർഡിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. So it serves as an apex financing agency for the institutions providing investment and production credit for promoting various development activities in rural areas. അപ്പോൾ ഇത്തരത്തിലുള്ള അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ റൂറൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഏതേത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവയ്ക്ക് എല്ലാം ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് നബാർഡ് നിലകൊള്ളുന്നത്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു അപ്പെക്സ് അതോറിറ്റി ആയിട്ടാണ് നബാർഡ് നിലകൊള്ളുന്നത്.
NABARD refinances the financial institutions which finances the rural sector. It regulates the institutions which provides financial help to the rural economy. It provides training facility to the institutions working in the field of rural upliftment. ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെയും അവർക്ക് ഫിനാൻസ് NABARD എത്തിച്ചു കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നു NABARD. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണ്ട രീതിയിലൊരു ട്രെയിനിങ് ഫെസിലിറ്റീസ് NABARD പ്രൊവൈഡ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ NABARD നേരിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ റൂറൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ മോണിറ്റർ ചെയ്യുകയും ട്രെയിനിങ് നൽകുകയും അവർക്ക് ഒരു അപെക്സ് ബോഡിയായിട്ട് NABARD നിലകൊള്ളുകയും ചെയ്യുന്നു. To sanction refinance assistance for the government sponsored programs such as Rozgar Yojana. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ പൈസ നിരക്കിൽ സർവീസസ് ലഭ്യമാക്കുന്നതും ലോണുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് കൊടുക്കുന്നതും ഒക്കെ കൂടാതെ ചില റൂറൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകൾ ലൈക്ക് റോസ്ഗർ യോജന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലുള്ള യൂത്തിന് ജോലി കണ്ടെത്തി കൊടുക്കുന്ന ഒരു സംരംഭമാണ്. എഡ്യൂക്കേറ്റഡ് ആണ്, അൺഎംപ്ലോയിഡ് ആണ് റൂറൽ ഏരിയാസിലുള്ള യൂത്ത്. അപ്പോൾ അത്തരത്തിലുള്ള സ്കീമുകൾക്കൊക്കെ പണം ഫിനാൻസ് ചെയ്യുക, ഇതെല്ലാം റൂറൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇതൊക്കെയാണ് NABARDൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ. NABARDൻ്റെ പ്രൈമറി റോൾ എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൊവൈഡിങ് റീഫിനാൻസ് ടു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഏരിയാസ്, ബ്രിങ്ങിങ് അബൌട്ട് ഓർ പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്, ഇവാലുവേറ്റിംഗ് മോണിറ്ററിംഗ് ആൻഡ് ഇൻസ്പെക്ടിംഗ് ദ ക്ലയൻറ്റ് ബാങ്ക്സ്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലയൻറ്റ് ബാങ്ക്സ്, ഇവർക്കൊക്കെ ഫിനാൻസ് ചെയ്യുക, അവർക്കൊക്കെ പണം ലെൻഡ് ചെയ്ത് കൊടുക്കുക, അവയെ ഇവാലുവേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, ഇതൊക്കെയാണ് NABARDൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ. ആൻഡ് NABARD ഓൾസോ ആക്ട് ആസ് എ കോർഡിനേറ്റർ ഇൻ ദ ഓപ്പറേഷൻസ് ഓഫ് റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റൂറൽ ഏരിയാസിൽ ക്രെഡിറ്റൊക്കെ അല്ലെങ്കിൽ ലോണൊക്കെ അനുവദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ ഒരു കോർഡിനേറ്ററായിട്ട് NABARD വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് എക്സ്റ്റെൻസ് അസിസ്റ്റൻസ് ടു ദി ഗവൺമെൻറ്റിനും RBIക്കും അതേപോലുള്ള ഓർഗനൈസേഷൻസിനും ഒക്കെ റൂറൽ ഡെവലപ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിനു വേണ്ട അസിസ്റ്റൻസ് NABARD കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ആയിക്കോട്ടെ, RBI ആയിക്കോട്ടെ, അതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ റൂറൽ ഡെവലപ്മെൻ്റ് ആണോ ഫോക്കസ് ചെയ്യുന്നത്, അതിനെല്ലാം NABARD അസിസ്റ്റൻസ് കൊടുക്കും. ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ് ഫോർ ബാങ്ക്സ്, കോപ്പറേറ്റീവ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും റിസർച്ച് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ആസ് എ റെഗുലേറ്റർ ഫോർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. അതിൻ്റെ ഒക്കെ ഒരു റെഗുലേറ്ററായിട്ടും NABARD വർക്ക് ചെയ്യുന്നു. It helps the state government in reaching their target of providing assistance in agriculture and rural development. റൂറൽ ഡെവലപ്മെൻറ്റിനും അഗ്രികൾച്ചറിനും ഒക്കെ സഹായം പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അതിനു വേണ്ടി NABARD സഹായിക്കുന്നു. അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രഡിറ്റഡ് വിത്ത് മാറ്റേഴ്സ് ഓഫ് കൺസേണിങ് പോളിസി, പ്ലാനിങ് ആൻഡ് ഓപ്പറേഷൻസ്. ചുരുക്കി പറയുകയാണെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ആവശ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സർവീസസ് കുറഞ്ഞ പൈസ നിരക്കിൽ ലഭ്യമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് NABARD ചെയ്യുന്നത്. അതിനെ സഹായിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫിനാൻസിങ് ആൻഡ് നോൺ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും അവർക്ക് റീഫിനാൻസ് ചെയ്യുകയും അവരുടെ ഒരു അപെക്സ് ബോഡിയുമായിട്ട് NABARD നിലകൊള്ളുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IDBI ആണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI, Industrial Development Bank of India, and it was established in 1964 by an act to provide credit and other financial facilities for development of fledgling Indian industry. ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ അഗ്രികൾച്ചറൽ റൂറലും ഒക്കെ മാറിയിട്ട് ആ ഏരിയാസ് അല്ല ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രികൾക്ക് ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IDBI 1964 ഡെവലപ്ഡ് ആയത്. ഇനീഷ്യലി ഇറ്റ് ഓപ്പറേറ്റഡ് ആസ് എ സബ്സിഡിയറി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ലേറ്റർ RBI ഹാസ് ട്രാൻസ്ഫേർഡ് ഇറ്റ് ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ IDBI സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1964 സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഇൻഡസ്ട്രികൾക്ക്. ആദ്യം അത് RBIയുടെ ഒരു സബ്സിഡറി ആയിട്ടായിരുന്നു. ലേറ്റർ RBI ഹാസ് ട്രാൻസ്ഫേർഡ് ഇറ്റ് ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഏറ്റെടുത്തു RBIയുടെ കയ്യിൽ നിന്നും. IDBI ബാങ്ക് ഈസ് കൺസിഡേർഡ് ആസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺഡ് ബാങ്ക്.
It is currently 10th largest development bank in the world in terms of reach. It has an authorized capital of 3,000 crore. ആർ ബി ഐയുടെ സബ്സിഡറി ആയിട്ട് ആരംഭിച്ചെങ്കിലും അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. 3000 കോടി രൂപയോളം ഓതറൈസ്ഡ് ക്യാപിറ്റലുള്ള ഒരു ഫേമാണ്. 10th ലാർജസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഇനി ഐ ഡി ബി ഐയുടെ മാനേജ്മെൻറ്റ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഒരു ബോർഡ് ആണ് ഈ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ബോർഡ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി ബാങ്ക് ഈസ് വെസ്റ്റഡ് വിത്ത് ദി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ടോപ്പ് അതോറിറ്റീസ്. 2 deputy managing directors and 10 executive directors will be there. 2 deputy managing directors and 10 executive directors. അപ്പോൾ ആ ബോർഡും ശ്രദ്ധിക്കുക, ചെയർമാനുണ്ട്, മാനേജിംഗ് ഡയറക്ടറുണ്ട്. ഇവരെ രണ്ടുപേരും കൂടാതെ 2 ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടേഴ്സും ഉണ്ട്, 10 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ട്. ഇതാണ് ഐ ഡി ബി ഐയുടെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഐ ഡി ബി ഐയുടെ റോൾ എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും എന്താണ്? ഇൻഡസ്ട്രീസിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആസ് ആൻ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, the IDBI's major role is to coordinate the activities of other development banks and term finance institutions in the capital market of the country. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന മറ്റ് ബാങ്കുകൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതും ഐ ഡി ബി ഐയുടെ റോളാണ്. പ്രൊവൈഡിങ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രി, ദസ് പെർഫോമിംഗ് പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. പിന്നെ ഒരു ഡയറക്റ്റ് അസിസ്റ്റൻസും ഇൻഡയറക്റ്റ് അസിസ്റ്റൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ ഡി ബി ഐയുടെ ഡയറക്റ്റ് അസിസ്റ്റൻസ് എന്താണ്? ഐ ഡി ബി ഐ ഗ്രാൻസ് ലോൺ ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ്. The bank guarantees loans raised by industrial concerns in the open market from the state cooperative banks. ഇപ്പോൾ പ്രധാനമായിട്ടും ഡയറക്റ്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡി ബി ഐ നേരിട്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോണുകൾ അനുവദിച്ചു കൊടുക്കും. ഇൻഡയറക്റ്റ് അസിസ്റ്റൻസ് എന്താണ്? പ്രൊവൈഡിങ് റീഫിനാൻസിങ് ഫെസിലിറ്റി ടു IFCI, that is Industrial Finance Corporation of India, Industrial Finance Corporation of India, State Finance Corporation of India, and other financial institutions approved by the government. IDBI subscribes to the shares and bonds of the financial institutions and thereby provide supplementary resources. അപ്പോൾ ഐ ഡി ബി ഐയുടെ ഡയറക്റ്റ് അസിസ്റ്റൻസും ഇൻഡയറക്റ്റ് അസിസ്റ്റൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഐ ഡി ബി ഐ ഇൻഡസ്ട്രികൾക്ക് നേരിട്ട് തന്നെ ലോണുകൾ അനുവദിച്ചു കൊടുക്കുന്നു. അതാണ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. ഇൻഡയറക്റ്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഐ ഡി ബി ഐ കൂടാതെ തന്നെ IFCI, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഫിനാൻസ് കൊടുക്കുന്ന ബാങ്കുകളും സ്ഥാപനങ്ങളുമാണ്. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന സ്ഥാപനങ്ങൾക്ക് റീഫിനാൻസ് ചെയ്യുക, അവർക്ക് പണം കൊടുക്കുക, അവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ പണങ്ങൾ കൊടുക്കുക, ഇതെല്ലാമാണ് ഇൻഡയറക്റ്റ് അസിസ്റ്റൻസ് ഓഫ് ഐ ഡി ബി ഐയുടെ വരുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ ബോണ്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്ത് അവർക്കൊരു സപ്ലിമെൻ്ററി ഫണ്ട് റിസോഴ്സ് കൊടുക്കാനും ഐ ഡി ബി ഐ തയ്യാറാവുന്നുണ്ട്. സോ അതാണ് ഡയറക്റ്റ് അസിസ്റ്റൻസും ഇൻഡയറക്റ്റ് അസിസ്റ്റൻസും ഐ ഡി ബി ഐയുടെ. കോർഡിനേറ്റിംഗ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, ആൻഡ് ഐ ഡി ബി ഐ ഈസ് ദ ലീഡർ, കോർഡിനേറ്റർ ആൻഡ് ഇന്നോവേറ്റർ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പ്ലാനിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻഡസ്ട്രീസ് വിത്ത് എ വ്യൂ ടു ഫിൽ ഗ്യാപ്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ബൈ കൺസീവിങ്, പ്രിപ്പയറിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ന്യൂ പ്രോജക്ട്സ്. അപ്പോൾ ഫിനാൻസ് നേരിട്ട് ചെയ്യുന്നത് കൂടാതെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്യുക, അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അവരുടെ ഷെയറുകളും ബോണ്ടുകളും മറ്റും വാങ്ങി അവർക്കൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുക, ഇതെല്ലാം ഐ ഡി ബി ഐയുടെ റോളാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഡ്ബി ആണ്. മൂന്നാമത്തെ അപ്പെക്സ് ബാങ്കാണ് സിഡ്ബി. സിഡ്ബി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഐ ഡി ബി ഐ നമ്മൾ കണ്ടു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബി അതിൻ്റെ ഒരു അടുത്തൊരു ഫോമാണ്, ദാറ്റ് ഈസ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ ദ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് 1988 and it started its operation on April 2nd, 1990. IDBI 1964 ഫോം ചെയ്തത്. അത് റിസർവ് ബാങ്കിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടാണ് ഫോം ചെയ്തത്. അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുക ചെയ്തത്. സിഡ്ബിയോ
സിഡ്ബി ഈ 1964 ഡെവലപ്ഡ് ആയ IDBIയുടെ ഒരു സബ്സിഡറി ആയിട്ടാണ് സിഡ്ബി 1990 ഫോം ചെയ്യുന്നത്. സോ സിഡ്ബി ഈസ് എ സബ്സിഡറി ഓഫ് IDBI which was formed on 1990. It took over the responsibility of administrating Small Industry Development Fund and National Equity Fund which were earlier administered by IDBI. മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വാസ് മാനേജ്ഡ് ബൈ ദി IDBI. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ ദ സിഡ്ബി വാസ് ഫോംഡ് ആസ് എ സബ്സിഡറി ഇൻ 1990 ഓഫ് IDBI. അപ്പോൾ സിഡ്ബി ഏറ്റെടുത്തു സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഫണ്ട്. സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളും, അതേപോലെ നാഷണൽ ഇക്വിറ്റി ഫണ്ട്, ഇത്തരത്തിലുള്ള 2 മേഖലകളിൽ IDBIയുടെ ഉത്തരവാദിത്തങ്ങൾ സിഡ്ബി ഏറ്റെടുത്തു. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSME സെക്ടർ ആൻഡ് ദ കോർഡിനേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ സിമിലർ ആക്ടിവിറ്റി. അപ്പോൾ പ്രധാനമായിട്ടും MSME നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ്. അപ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള ഫിനാൻസിങ് മാത്രമായി IDBIയുടെ ജോലി. മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഒക്കെ ഒരു ഫിനാൻസിങ്ങും അവയുടെ നോക്കലും കാര്യങ്ങളും ഒക്കെ സിഡ്ബിയുടെ ഒരു ജോലിയായി. IDBIയുടെ പ്രധാനമായിട്ടും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും 2 ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറും 10 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഒക്കെ ആയിരുന്നു. സിഡ്ബിയുടെ എങ്ങനെയാണ് 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ ടീം ഓഫ് 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ഈസ് 1000 crore ആൻഡ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് 450 crore. അപ്പോൾ ഇതാണ് സിഡ്ബിയുടെ പ്രധാനപ്പെട്ട ഒരു വിവരങ്ങൾ. സിഡ്ബിയുടെ മറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റീഫിനാൻസസ് ലോൺ, എക്സ്റ്റൻസ് പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. സിഡ്ബി ഡിസ്കൗണ്ട്സ് ആൻഡ് റീഡിസ്കൗണ്ട്സ് ബിൽ അറൗസിങ് ഫ്രം ദി സെയിൽ ഓഫ് മെഷീനറി. ചുരുക്കി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊള്ളട്ടെ, സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊള്ളട്ടെ, ഒരു മീഡിയം എൻ്റർപ്രൈസ് ആയിക്കൊള്ളട്ടെ, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സിഡ്ബി സഹായിക്കുന്നു. അവർക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു മെഷീനറി വാങ്ങുക അല്ലെങ്കിൽ അത് വിൽക്കുക, അതിന് അസിസ്റ്റൻസ് കൊടുക്കുന്നു. A to Z കാര്യങ്ങളിൽ ഇവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും സിഡ്ബിയുടെ ഫങ്ഷൻസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. ഓക്കെ, യു മേ പ്ലീസ് ഗോ ത്രൂ ദി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് സിഡ്ബി. ഓക്കെ, ആൻഡ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB ഇത് അടുത്ത അപ്പെക്സ് ബാങ്കാണ്. എന്താണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്? It is a wholly owned subsidiary of Reserve Bank of India and it was set up by an Act of Parliament, that is National Housing Bank Act in 1987. NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് 1987 ഈ ഒരു നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് പ്രകാരം ഫോം ചെയ്തതാണ്. RBIയുടെ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. NHB is an apex financial institution for housing and it commenced its operation on 9th July 1988. 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് പ്രകാരം ഫോം ചെയ്ത NHB അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 1988 ഇവരുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഹൗസിംഗ് പർപ്പസാണ്. ഹൗസിംഗ് പർപ്പസിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ളൊരു ബാങ്ക്. NHB has been established with an objective to operate as a principal agency to promote housing finance institutions both at local and regional levels and to provide financial and other supporting incidental to the such institution. The general superintendence, direction and management of the affairs and the business of NHB is vested under the Act of Board of Directors. NHBയും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അത് ഗവേൺ ചെയ്യുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് വിച്ച് ഈസ് ഫോംഡ് ഓൺ 1988, ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് ഫിനാൻസ് ഫോർ ഹൗസിംഗ് പർപ്പസ്. അപ്പോൾ ഹൗസിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് NHB എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതുമാത്രമല്ല, ഹൗസിംഗ് നമുക്കറിയാം എല്ലാ ബാങ്കുകളിലും ഹൗസിംഗ് ലോണും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഹൗസിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് സ്ഥാപനവുമായിക്കൊള്ളട്ടെ, അവർക്ക് ഫിനാൻസ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, ഇതെല്ലാം NHBയുടെ ജോലിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് NHB എന്താ നമുക്ക് നോക്കാം. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ എ ഫുൾ ടൈം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, സപ്പോർട്ടഡ് ബൈ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് അണ്ടർ ദം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറാർക്കിയാണ് പറയുന്നത്. ഒരു ചെയർമാൻ ഉണ്ടാവും, ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും. ഈ ചെയർമാനെയും MDയെയും സഹായിക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതുകൂടാതെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലാത്ത ഓഫീസേഴ്സ് ഉണ്ടാവും. എ ഹൈ പവേർഡ്
Board of Directors, comprising of directors nominated by the Reserve Bank of India, top government officials and eminent independent professionals guide the affairs of NHB. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എല്ലാം വരുന്നത്. ഇത് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോമിനേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടോപ്പ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് എമിനൻറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽസ് ഗൈഡ് ദ അഫയേഴ്സ് ഓഫ് NHB. അപ്പോൾ പ്രധാനമായിട്ടും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പ്രധാനമായിട്ടും നോമിനേറ്റ് ചെയ്യുന്ന RBI ആണ്. RBI വെറുതെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യല്ല, ടോപ്പ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, എമിനൻറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽസ്, ഇവരെയൊക്കെയാണ് NHBയുടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് കൊണ്ടുവരുന്നത്. NHB's ഹെഡ് ഓഫീസ് ഈസ് ഇൻ ന്യൂഡൽഹി, ഇറ്റ്സ് റീജിയണൽ ഓഫീസ് ഈസ് ഇൻ മുംബൈ. അതേപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, അഹമ്മദാബാദ് എക്സെട്ര. അപ്പോൾ അതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് ഈസ് അറ്റ് ന്യൂഡൽഹി ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഓഫീസ് ഈസ് അറ്റ് മുംബൈ. അപ്പോൾ ഇതാണ് NHBയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. NHBയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമുക്കറിയാം, ഹൗസിംഗ് പർപ്പസ് ആണ് പ്രധാനമായിട്ടും. എന്നാലും നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്. ടു ഇൻറ്റഗ്രേറ്റ് ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം വിത്ത് ഓവറോൾ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദി കൺട്രി. ഹൗസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് മൊത്തത്തിൽ നമ്മുടെ കൺട്രിയിലുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ടു പ്രൊവൈഡ് അഫോർഡബിൾ ഹൗസിംഗ് ക്രെഡിറ്റ്, ഒരുപാട് പലിശ ഈടാക്കിക്കൊണ്ടുള്ള ഹൗസിംഗ് ലോണുകളല്ല, ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഹൗസിംഗ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. ടു പ്രൊമോട്ട് എ സൗണ്ട്, ഹെൽത്തി, വയബിൾ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം. ടു റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഹൗസിംഗ് ഫിനാൻസിംഗ് കമ്പനി. ഹൗസിംഗ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് സ്ഥാപനമായിക്കൊള്ളട്ടെ അവയുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ടു പ്രൊമോട്ട് ഡെഡിക്കേറ്റഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു adequately serve the needs of various regions. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ മോണിറ്റർ ചെയ്യുന്നതല്ലാതെ നേരിട്ട് തന്നെ ഫിനാൻഷ്യൽ ഹെൽപ്പുകൾ ഹൗസിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം NHBയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു അപ്പെക്സ് ബാങ്ക് ആണ്. യു മേ ബി ഫെമിലിയർ വിത്ത് ദിസ് EXIM ബാങ്ക്, ദാറ്റ് ഈസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സ്പോർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇമ്പോർട്ട് എന്താണെന്നുള്ളത് അറിയാം. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റുമതി, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. അപ്പോൾ കയറ്റുമതിക്കും ഇറക്കുമതിക്കും നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് EXIM ബാങ്ക്. ദ EXIM ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ പ്രീമിയർ എക്സ്പോർട്ട് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി. നമുക്ക് കയറ്റുമതി നടത്തണമെങ്കിൽ, ഒരു രാജ്യത്തിലേക്ക് സാധനങ്ങൾ കയറ്റി വിടണമെങ്കിൽ അതിന് ഒരുപാട് ഫിനാൻസ് ആവശ്യമായിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന പ്രീമിയർ എക്സ്പോർട്ട് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് EXIM ബാങ്ക്. It is an apex institution for coordinating the working of institutions in India engaged in financing export and import of goods and services. ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറഞ്ഞതുപോലെ EXIM ബാങ്ക് എന്ന് പറയുന്നത്. EXIM ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1982 January 1st. ഓക്കെ, അത് പ്രവർത്തനം ആരംഭിച്ചത് മാർച്ചിലാണ് 1982 അണ്ടർ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1981. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ട് ഓഫ് 1981 പ്രകാരം 1982 ഈ EXIM ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. മേജർ ഫങ്ഷൻസ് ഓഫ് EXIM ബാങ്ക് എന്തൊക്കെയാണ്? ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ. എക്സ്പോർട്ടിലും ഇമ്പോർട്ടിനും ഒക്കെ ഇന്ത്യയെ സഹായിക്കുന്നത് വഴിയായിട്ട്, ഫിനാൻസ് ചെയ്യുന്നത് വഴിയായിട്ട് ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് EXIM ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിൻ്റെ സബ്സിഡറി ഒന്നുമല്ല, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇറ്റ് ക്യാൻ റേസ് ഫണ്ട് ഫ്രം ലോൺസ്, ഗ്രാൻസ് ഫ്രം ഗവൺമെൻറ്, RBI ബോൺസ് ഇഷ്യൂഡ് ഇൻ ഇന്ത്യ ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി എബ്രോഡ്. സർക്കാരാണ് പ്രധാനമായിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള പണം, നമുക്ക് EXIM എന്താ പറയുക, എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ EXIM ബാങ്കിനെ കുറിച്ച് പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക. ആൻഡ് EXIM ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ പ്രീമിയർ എക്സ്പോർട്ട് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി. ഇറ്റ് ഈസ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോർഡിനേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഈ പ്രധാനമായിട്ട് ഈ പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ EXIM ബാങ്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എക്സ്പോർട്ട് ഇമ്പോർട്ടിന് സഹായിക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പുകൾ തരുന്ന ബാങ്കാണ് EXIM ബാങ്ക്. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1982. അതേപോലെ തന്നെ മറ്റ് ഏതൊക്കെ സ്ഥാപനങ്ങൾ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും നമ്മളെ സഹായിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും മോണിറ്റർ ചെയ്യുക, അവർക്ക് വേണ്ട ഫിനാൻസ് കൊടുക്കുക, ഇതെല്ലാം EXIM ബാങ്കിൻ്റെ ജോലിയാണ്. അതേപോലെ തന്നെ EXIM ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും സഹായിക്കുന്നത് വഴിയായിട്ട് ഓവറോൾ ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും EXIM ബാങ്കിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ്
മെനി അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? വി ഹാവ് ഡിസ്കസ്ഡ് നബാർഡ്, IDBI, SIDBI, NHB and Export Import Bank of India. Okay, so please go through different points in your textbook. Please be familiar with these apex banks. ഈ ബാങ്കുകളിലൊക്കെ വർഷങ്ങൾ ഏതാണെന്നും പ്രധാനപ്പെട്ട ജോലി എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.